ഹായ്, +1 സയൻസ് എടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്നു മുതൽ കെമിസ്ട്രിയുടെ ക്ലാസ് കൂടി ആരംഭിക്കുകയാണ്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. 5 ലോസ് ആണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ള ആ 5 നിയമങ്ങൾ. അഞ്ച് ലോസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ലോയുടെ പേര് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മൂന്നാമത്തേത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. 4 ഗേ-ലുസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോളിയൂംസ്. ആൻഡ് 5 അവഗാഡ്രോസ് ലോ. ഇതിൽ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പലതും. പക്ഷെ പഠിക്കാത്ത ലോസും ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് വേഗം നോക്കാം എന്തൊക്കെയാണ് ഓരോ ലോയിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യത്തെ ലോ എന്താ പേര്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ടുവന്നത് ആന്റണി ലവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല, ഉള്ളതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാം. അതാണ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ, 1 ലിറ്റർ വെള്ളവും 5 ലിറ്റർ വെള്ളവും കൂടി നമ്മൾ ചേർക്കുന്നു. 1 ലിറ്റർ വെള്ളവും 5 ലിറ്റർ വെള്ളവും കൂടി നമ്മൾ ചേർക്കുന്നു. അപ്പൊ പുതിയതായിട്ട് എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും? അവിടെ മൊത്തം എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും? അതെല്ലാം കൂടി രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 6 ലിറ്റേഴ്സ് അല്ലെ? കാരണം 1 ലിറ്ററും 5 ലിറ്ററും കൂടി ചേരുമ്പോൾ 6 ലിറ്റർ. അതൊരിക്കലും 7 ലിറ്റർ ആകില്ല. കാര്യം എന്താ? ചേരുന്നത് ആകെ 1 ലിറ്ററും 5ഉം ആവും. 1ഉം 5ഉം 6 ആവത്തുള്ളൂ, ഒരിക്കലും 7 ആവത്തില്ല. അതൊരിക്കലും 4 ലിറ്ററും ആകത്തില്ല. അതെന്താ, എവിടെയെങ്കിലും ആ ബീക്കറിൽ ഹോളും എല്ലാം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അത് മൊത്തം നമ്മൾ കംപ്ലീറ്റ്ലി നല്ലൊരു ബീക്കറാണ് നമ്മൾ എടുത്തത് വിചാരിക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നഷ്ടപ്പെടത്തുമില്ല. അപ്പൊ അത് അവിടെ നമുക്ക് പറയാം വോളിയം നമുക്ക് കൺസേർവ്ഡ് ആണെന്ന് പറയാം. അതുപോലെ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ മാസ് കൺസേർവ്ഡ് ആണ് എന്നാണ്. ഉദാഹരണത്തിന് സപ്പോസ് കാർബണും ഓക്സിജനും കൂടി ചേരുന്നു. കാർബണിന്റെ വെയിറ്റ് എന്താ? കാർബണിന്റെ വെയിറ്റ് 12. സോ 12 ഗ്രാം കാർബൺ കമ്പൈൻ വിത്ത് ഓക്സിജൻ. ഓക്സിജന്റെ വെയിറ്റ് എത്രയാ പഠിച്ചതാ? 16 അല്ലെ? 2 ഓക്സിജൻ വരുമ്പോ 32. സോ 32 ഗ്രാം ഓക്സിജൻ. രണ്ടും കൂടി ചേരുമ്പോ എന്താ ഉണ്ടാകുക? കാർബൺ ഓക്സിജൻ ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് 44 ഗ്രാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ 12ഉം 32ഉം അല്ലെ ഇവിടുത്തെ റിയാക്ടൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റിന്റെ വെയിറ്റ് 44 ഗ്രാം അല്ലേ? ഈ റിയാക്ടൻസിന്റെ വെയിറ്റ് മൊത്തം ഒന്ന് ചേർത്ത് നോക്കിക്കേ. ഇത് രണ്ടും കൂടി മൊത്തം ചേർത്താൽ 44 എന്ന് തന്നെയല്ലേ കിട്ടുക? അപ്പോ റിയാക്ടൻസിന്റെ വെയിറ്റ് എത്രയാണോ അത് തന്നെയാണ് പ്രോഡക്ട്സിന്റെയും വെയിറ്റ് എന്ന് പറയുന്നത്. അതിനർത്ഥം ഇതൊരിക്കലും 45 ആകില്ല. 45 ആയാൽ എന്താ അർത്ഥം? പുതിയതായിട്ട് മാസ് ഉണ്ടായി എന്നാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇതൊരിക്കലും 43 ആകില്ല. 43 ആയാൽ എന്താ അർത്ഥം? മാസ് അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ്. അതും സംഭവിക്കില്ല. സോ എത്രയാണോ റിയാക്ടൻസിന്റെ മാസ് അത്ര തന്നെയായിരിക്കും പ്രോഡക്ട്സിന്റെയും മാസ്. അതായത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ് ത്രൂ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മാസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ലോയുടെ പേരെന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പഠിച്ചെടുത്തല്ലോ? ഈസി അല്ലേ സാധനം? ഇതാണ് ആദ്യത്തെ നിയമം. ഇനി നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പോകാം. രണ്ടാമത്തെ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇത് കൊണ്ടുവന്നത് ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോ ജോസഫ് പ്രോസ്റ്റിന്റെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത്, ഒരു ഉദാഹരണം എടുത്തു പോവാം അല്ലെ? അതല്ലേ എളുപ്പം. അപ്പൊ നമുക്ക് അമോണിയ എടുക്കട്ടെ. അമോണിയ NH3 അല്ലെ? നൈട്രജന്റെ വെയിറ്റ് എത്രയാ? നൈട്രജന്റെ വെയിറ്റ് 14. ഹൈഡ്രജന്റെ വെയിറ്റ് എത്രയാ? ഹൈഡ്രജന്റെ വെയിറ്റ് 1. എത്ര ഹൈഡ്രജൻ ഉണ്ട് അവിടെ? 3 എണ്ണം ഉണ്ട്. സോ 3 എണ്ണത്തിന്റെ വെയിറ്റ് എത്രയാ? 3 എണ്ണത്തിന്റെ വെയിറ്റ് 3. കാരണം ഒരാൾക്ക് ഒന്നാണെങ്കിൽ 3 എണ്ണത്തിന് 3 അല്ലേ? സോ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും വെയിറ്റുകളുടെ റേഷ്യോ ഇവിടെ എത്രയെന്ന് തോന്നുന്നു? നൈട്രജന്റെയും ഹൈഡ്രജന്റെയും
വെയിറ്റുകളുടെ റേഷ്യോ ഇവിടെ എത്രയെന്ന് വന്നു? 14:3. അങ്ങനെയല്ലേ ഇവിടെ വരിക? 14:3. അപ്പൊ ഒരു അമോണിയ എന്ന കോമ്പൗണ്ടിനകത്ത് നൈട്രജന്റെയും ഹൈഡ്രജന്റെയും വെയിറ്റുകളുടെ റേഷ്യോ എന്തെന്ന് കിട്ടി? 14:3 എന്ന് കിട്ടി. ഇന്ത്യയിലുള്ള അമോണിയ ആണെങ്കിലും അങ്ങ് അമേരിക്കയിലുള്ള അമോണിയ ആണെങ്കിലും അമോണിയ ആണോ എങ്കിൽ അതിനകത്തുള്ള നൈട്രജന്റെയും ഹൈഡ്രജന്റെയും റേഷ്യോ എപ്പോഴും എത്ര തന്നെയായിരിക്കും? 14:3 തന്നെയായിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യില്ല? മാറില്ല. അതെപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കും, അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഇരട്ട പേര് കൂടി കൊടുക്കാം, അല്ലെ? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. കാരണം അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറത്തില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. സോ ഇതിന് അങ്ങനെ ഒരു അപരനാമം കൂടി ഉണ്ട്. അപ്പൊ പഠിച്ചെടുത്തല്ലോ, ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: എ ഗിവൺ കോമ്പൗണ്ട്, നമ്മൾ ഇവിടുത്തെ ഗിവൺ കോമ്പൗണ്ട് ഏതായിരുന്നു? അമോണിയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ എ ഗിവൺ കോമ്പൗണ്ട് contains exactly the same proportion. നമ്മളിവിടെ proportion അല്ലേ എടുത്തിട്ട്? exactly the same proportion of elements. എലമെന്റുകളുടെ proportion എപ്പോഴും സെയിം ആയിരിക്കും. exactly the same proportion of elements by weight. എന്തിന്റെ proportion ആണ് നമ്മൾ ഇവിടെ എടുത്തത്? വെയിറ്റിന്റെ proportion ആണ്. അപ്പൊ ഒരുമിച്ച് പറയാം: the given compound contains exactly the same proportion of elements by weight. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. കൊണ്ടുവന്നത് ജോസഫ് പ്രോസ്റ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ നിയമം അല്പം കാര്യങ്ങൾ പറയാനുള്ള ഒരു വലിയ നിയമമാണ്. ആ നിയമത്തിന്റെ പേരാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ, നമ്മുടെ പ്രിയപ്പെട്ട ഡാൾട്ടൺ ചേട്ടനാണ് കൊണ്ടുവന്നത്. അപ്പോ ഈ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ നമുക്ക് ഇതും എക്സാമ്പിൾ പറഞ്ഞു തന്നെ നമുക്ക് പോവാം. നോക്കിക്കോളൂ, ഞാൻ 2 എലമെന്റ്സ് എടുക്കുകയാണെ, കാർബണും ഓക്സിജനും. ഓക്കെ, കാർബണും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന ഏതൊക്കെ കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് അറിയാം? കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാവർക്കും അറിയാം. വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് അറിയാമോ? നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് മരിക്കാൻ സാധ്യതയുള്ള ഒരു കോമ്പൗണ്ട് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. സോ കാർബണിന്റെ ഞാൻ 2 കോമ്പൗണ്ട്സ് എടുത്തു. കാർബൺ ഡയോക്സൈഡ് എടുത്തു, കാർബൺ മോണോക്സൈഡ് എടുത്തു. ഇതിൽ കാർബണിന്റെ വെയിറ്റ് എത്രയാ? കാർബണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12 അല്ലെ? ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? ഓക്സിജന്റെ ഒരാളുടെ വെയിറ്റ് 16. അപ്പൊ രണ്ടുപേരുടെ വെയിറ്റ് 32. അടുത്ത് ഈ കോമ്പൗണ്ടിലെ കാർബണിന്റെ വെയിറ്റ് എത്ര? ഈ കാർബണിലും വെയിറ്റ് ഈ കോമ്പൗണ്ടിൽ കാർബണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12, ഓക്സിജന്റെ വെയിറ്റ് 16. കാരണം ഓരോ ഓക്സിജനെ ഉള്ളൂ, അപ്പൊ 16. അത് ശ്രദ്ധിച്ചു നോക്കി, ഈ രണ്ടിടത്തും ഒരാളുടെ വെയിറ്റ് സെയിം അല്ലേ? രണ്ടിടത്തും ഒരാളുടെ വെയിറ്റ് സെയിം. ആരാ അത്? കാർബൺ. സോ കാർബണിന്റെ വെയിറ്റ് ഇവിടെയും 12, അവിടെയും 12. പക്ഷെ ഒരാളുടെ വെയിറ്റ് ഡിഫറെന്റാ. ആരാ അത്? ഓക്സിജന്റെ വെയിറ്റ്. ഇവിടെ ഓക്സിജന്റെ വെയിറ്റ് 32, ഇവിടെ ഓക്സിജന്റെ വെയിറ്റ് 16 ആണ്. അപ്പൊ ഇവിടെ 2 വ്യത്യസ്തമായ മാസുകളുള്ളത് ആർക്കാ? ഓക്സിജനാണ്. അപ്പൊ ഓക്സിജന്റെ വെയിറ്റ് 2 സ്ഥലത്തും 2 ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കോമ്പൗണ്ടിലെ ഓക്സിജന്റെ വെയിറ്റിംഗ് എടുക്കാം. അത് എത്രയായിരുന്നു? 32. ഈ സൈഡിലുള്ള ഓക്സിജന്റെ വെയിറ്റിംഗ് എടുക്കാം, ദാറ്റ് ഈസ് 16. നമുക്ക് ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ 32 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ഈസ് 2 ഈസ് ടു 16 by 16 1. So we got a simple whole number ratio. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അതായത് 2 എലമെന്റുകൾ ചേർന്ന്, ഇവിടെ ഏതൊക്കെയായിരുന്നു നമ്മൾ അത് എടുത്ത എക്സാമ്പിൾ ആയിട്ട്? കാർബണും ഓക്സിജനും. അപ്പൊ 2 എലമെന്റുകൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. ഏതൊക്കെയായിരുന്നു ഇവിടുത്തെ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്? കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. അതിൽ ഒരാളുടെ വെയിറ്റ് ഫിക്സഡ് ആയിരിക്കും. ഇവിടത്തെ കേസിൽ ആരുടെ വെയിറ്റ് ആയിരുന്നു ഫിക്സഡ്? കാർബണിന്റെ വെയിറ്റ് ഫിക്സഡ് ആയിരുന്നു. എന്നാൽ ഒരാളുടെ വെയിറ്റ് ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ ഓക്സിജന്റെ വെയിറ്റ് ഡിഫറെന്റ് ആയിരുന്നു. ആ ഡിഫറെന്റ് ആയിരിക്കുന്ന മാസുകളുടെ റേഷ്യോ, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുടെ മാസുകളുടെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. സിമ്പിൾ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 1:1, 2:1, 1:2 ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ റേഷ്യോ ആയിരിക്കും. അല്ലാതെ 8:9 അങ്ങനെയൊന്നും വരത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടി വളരെ ചുരുക്കിയാണ് പറയുന്നത്, വളരെ ക്രിസ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
അതിങ്ങനെയാണ്. when two elements combine to form more than one compound. Okay, when two elements combine to form more than one compound, the masses of one element, ഏതാ മാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്സിജൻ ആണ് കേട്ടോ, ഓക്സിജന്റെ മാസ്. So masses of one element that combines with a fixed mass of another element. ഏതായിരുന്നു ഇവിടുത്തെ ഫിക്സഡ് മാസ്? 12 എന്ന് പറയുന്ന കാർബണിന്റെ മാസ്. So that combines with a fixed mass of another element will have a simple whole number ratio by weight. Clear ആയോ പറഞ്ഞത്? അപ്പൊ ഒന്നുകൂടി, when two elements combine to form more than one compound, the masses of one element that combines with a fixed mass of another element will have a simple whole number ratio by weight. അത് ഓൾറെഡി മാസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വെയിറ്റ് പറയണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഒന്നുകൂടി വേഗം പറയാം. When two elements combine to form more than one compound, the masses of one element that combines with a fixed mass of another element will have a simple whole number ratio. ക്ലിയർ ആയോ ഇത്? ഇതാണ് law of multiple proportion. ചില കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക. 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഐഡിയ എന്താണെന്നുള്ളത് ക്ലിയർ ആകും. ഇനി നമ്മുടെ നാലാമത്തെ ലോ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ്, നോക്കാം നമുക്കത് എന്താണെന്ന്. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസിനും നമുക്ക് പറയാൻ ഒരു എക്സാമ്പിൾ വേണ്ടേ? സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ആകുന്നു. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് ഒരു വാട്ടർ ആകും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ രീതി പഠിച്ചിട്ടുണ്ടോ? ഹാഫ് O2 എന്ന് എഴുതി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഹാഫ് O2 എന്ന് പറഞ്ഞാൽ എന്താ? O2വിന്റെ പകുതി. O2 എന്ന് പറഞ്ഞാൽ 2 ഓക്സിജന്റെ പകുതി എന്താ? ഒരു ഓക്സിജൻ. ഒരു ഓക്സിജൻ എഴുതുന്നതാണ് ഹാഫ് O2. കാരണം ഓക്സിജൻ എപ്പോഴും O2 എന്നല്ലേ എഴുതാൻ പാടുള്ളൂ. O എന്ന് വെറുതെ എഴുതാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് O2 എന്ന് എഴുതുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതി? ബിക്കോസ് വാട്ടർ ഒരെണ്ണം ഉണ്ടാകുന്നതാണ് നമ്മൾ ഇവിടെ എഴുതി കാണിക്കുന്നത്. അപ്പൊ ഒരു വാട്ടർ എന്നത് ഫിക്സഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നത്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് കണ്ട് പരിചയം വരും. ഓക്കെ, സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഹൈഡ്രജൻ നമ്മളപ്പോ ഇവിടെ എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പൊ ഓക്സിജൻ എത്ര മതി? അര മതി. സപ്പോസ് ഞാൻ ഇവിടെ ഹൈഡ്രജൻ 10 എടുത്തിരുന്നെങ്കിൽ എത്ര ഓക്സിജൻ വേണമായിരുന്നു? 5 വേണം. അതായത് ഇത് എടുക്കുന്നതിന്റെ നേർ പകുതി മതി. അപ്പൊ ഞാൻ ഇവിടെ വോളിയം എന്നാണ്, ഗ്യാഷ്യസ് വോളിയം എന്നാണ്. സോ ഈ ഹൈഡ്രജനും ഗ്യാസ് ആണ്, ഓക്സിജനും ഗ്യാസ് ആണ്. അപ്പൊ ഇവര് തമ്മിലാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഹൈഡ്രജൻ ഞാൻ 100 ലിറ്റർ എടുത്താൽ ഓക്സിജൻ ഞാൻ എത്ര ലിറ്റർ എടുക്കണം? അതിന്റെ നേർ പകുതി എടുത്താൽ പോരെ? എന്ന് പറഞ്ഞാൽ 50 ലിറ്റർ. അങ്ങനെയെങ്കിൽ ഇവിടെ എടുത്ത ഗ്യാസുകളുടെ വോളിയത്തിന്റെ റേഷ്യോ എന്തോ വരും? 100:50 എന്നല്ലേ? 100:50 ചെറുതാക്കിയാൽ 2:1 എന്നല്ലേ? ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ് പറയുന്നത്. അതായത് ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുകയോ, ചിലപ്പോൾ ഗ്യാസ് പ്രോഡക്റ്റ് ആയിട്ട് വരാലോ. സോ ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുകയോ അത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ, ഇവിടെ വോളിയമാണ് എടുക്കുന്നത്. ഇതുവരെ നമ്മളെല്ലാം മാസാണ് എടുത്തുകൊണ്ടത്, പക്ഷെ ഇവിടെ മാത്രം വോളിയമാണ് എടുക്കുന്നത്. സോ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. When gases are reacted or are produced, they do so in a simple whole number ratio. Okay, by volume. അപ്പൊ വോളിയത്തിന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ഗ്യാസ് റിയാക്ട് ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. When gases are reacted or are produced in a chemical reaction, they do so in a simple whole number ratio by volume. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ്. ഇനി ഒരൊറ്റ ലോ അല്ലേ ഉള്ളൂ, അത് നമ്മുടെ സുന്ദരനായ അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ 10th ഡീൽ ചെയ്ത് പോയിട്ടുണ്ടാകും. അവോഗാഡ്രോസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവോഗാഡ്രോസ് ലോ പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 1 ലിറ്റർ നൈട്രജൻ എടുത്തു, 1 ലിറ്റർ ഓക്സിജൻ എടുത്തു, 1 ലിറ്റർ ഹൈഡ്രജൻ എടുത്തു.
അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് ഡിഫറെന്റ് ആൾക്കാരല്ലേ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. പക്ഷെ ഇവർക്ക് 3 പേർക്കും ഒരു കാര്യം കോമൺ ആണ്. എന്താ അത്? വോളിയം. ഈ 3 പേരുടെയും വോളിയം സെയിം ആണ്. സപ്പോസ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറും എല്ലാം സെയിം ആണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാത്തിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈക്വൽ വോളിയം ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അത് ആരും ആയിക്കോട്ടെ, ഈക്വൽ വോളിയം ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് 22.4 liters of any gas will contain 6.022 × 10⁻23 particles നമ്മൾ പറയുന്നത്. കാരണം വോളിയം സെയിം ആണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. സോ ഈക്വൽ വോളിയംസ് of all gases in the same at the same temperature and pressure contains same number of molecules. Equal volumes of all gases under same temperature and pressure contain same number of molecules or equal number of molecules. ഇതിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോസ് ലോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആദ്യത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. 5 എണ്ണമായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, നാലാമത്തത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസിയസ് വോളിയംസ് ആൻഡ് അഞ്ചാമത്തത് അവോഗാഡ്രോസ് ലോ. പഠിച്ചല്ലോ? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി, മനസ്സിലാകും. ഇനിയും ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചോദിക്കാം. +1 ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഏത് ജില്ലയിലുള്ള കുട്ടികളായിക്കോട്ടെ, ഏത് സ്ഥലത്തുള്ള കുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്ക് മലയാളം മനസ്സിലാകും എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു വർഷത്തേക്കുള്ള +1 നിങ്ങൾ തീരുന്നത് വരെയും അടുത്ത +2 നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണിത്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. സയൻസ് പഠനം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും. അപ്പോ നിങ്ങൾ ഈ വർഷം കഴിയുന്നതുവരെയും നിങ്ങളുടെ പഠനം തീരുന്നതുവരെയും കൂടെ കാണണം. സ്നേഹം തരണം. നിങ്ങളോടൊപ്പം ധ്യാനം കാണണം.